ആകാശവാണി ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആത്മസഖി ആകാശവാണിയിൽ നമുക്കൊപ്പമുള്ളത് ഡോക്ടർ CM ജോയി ആണ്. ഇദ്ദേഹത്തിന്റെ വിവരണങ്ങൾ ഒരുപാട് വലുതാണ്, കുറച്ച് നീണ്ടതാണ്. ഒരുപാട് കാലം കോളേജ് അധ്യാപകനായിരുന്നു. കേരള ഫോറസ്റ്റ് റിസർച്ചിൽ രജിസ്ട്രാർ ആയിരുന്നു അദ്ദേഹം. നിരവധി ശ്രേഷ്ഠ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പല പരിസ്ഥിതി സംഘടനകളിലും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാത്തിലും ഉപരി കൊച്ചി FM-ന്റെ ശാസ്ത്രദീപ്തി എന്ന പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് അറിവും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആത്മസഖി ആകാശവാണിയിലേക്ക് ഡോക്ടർ CM ജോയിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. താങ്ക് യു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാറിനെ കുറിച്ചുള്ള വിവരണം കുറച്ച് നീണ്ടത് തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടാവും, ഒരു തുടക്ക കാലഘട്ടം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ സാറിന് ഈ ശാസ്ത്രത്തോടും പരിസ്ഥിതിയോടും ഒക്കെ എങ്ങനെയാണ് ഒരു ആഭിമുഖ്യം ഉണ്ടായത്? ഞാൻ 1985 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ PhD ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു 86 ആയപ്പോൾ പെരിയാറിൻ്റെ മലിനീകരണമായിട്ട് ബന്ധപ്പെട്ട് അന്ന് വലിയ പ്രശ്നങ്ങളായിരുന്നു. ഈ മത്സ്യക്കുരുതി, മത്സ്യം ചത്തുപൊങ്ങ, അപ്പോൾ അതുപോലെ ഉള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒരു സെമിനാർ ആലുവയിൽ ടൗൺ ഹാളിൽ നടത്തി. ആ സെമിനാറിൽ പേപ്പർ പ്രസൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ യൂണിവേഴ്സിറ്റിയിൽ വന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ പേര് പറഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ മലിനീകരണം ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഫാക്ടറികളുടെ ബോർഡുകളും ബാനറുകളൊക്കെ കാണുന്നത് എനിക്ക് വല്ലാതെ തോന്നി. കാരണം അവരുടെ ഇന്ന് ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ചായ കുടിച്ച് പിന്നെ അവരെ പറ്റി പിന്നെ നല്ലത് പറയാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ റിയാലിറ്റി പറയേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും കുറച്ച് ആൾക്കാർ എന്നെ ഭീഷണിപ്പെടുത്താൻ എൻ്റെ പുറകിൽ വന്നു. നിങ്ങൾ ഈ ഫാക്ടറികൾക്കെതിരെ സംസാരിക്കാനായിട്ടൊക്കെയുള്ള പരിപാടിയാണെങ്കിൽ കാല് തല്ലി ഓടിക്കും. സത്യത്തിൽ എനിക്ക് വളരെ വയസ്സൊക്കെ കുറവായതുകൊണ്ട് എനിക്ക് പേടിയായി ശരിക്കും. ഞാൻ അന്നേരം കണ്ട ഒരു ബസ്സിൽ ഓടിക്കേറി, എറണാകുളത്തേക്ക് വരുന്ന ഒരു ബസ്സിൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബസ്സിലിരുന്ന് ആലോചിച്ചു, ഞാനൊന്നുകിൽ ഇപ്പം ഇതിൽ റിസർച്ച് ചെയ്തിട്ട് ഒന്നുകിൽ PhD എടുക്കണം, എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി പറയണം, അല്ലെങ്കിൽ ഇന്ന് നിർത്തണം. ഏതാ തീരുമാനിക്കേണ്ടത്? ഞാൻ എറണാകുളത്തുമ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാനിത് തുടരാൻ തന്നെ. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും അതിൻ്റെ PhD 90 കിട്ടുന്നെങ്കിലും അതിന് ശേഷവും അതിന് മുമ്പായാലും ഞാൻ കണ്ട കാര്യങ്ങൾ, ഈ പരിസ്ഥിതിക്ക് വരുന്ന കോട്ടങ്ങൾ, അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത് അന്ന് തൊട്ടേ ഞാൻ ജനങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നു. പല ഭീഷണികളും, പല സ്ഥലത്തും മണൽ വാരലിനെതിരെ പ്രതികരിച്ചപ്പോൾ ലോറി ഇടിക്കാനായിട്ട് വന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, ഈ സമൂഹത്തിന് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലാണ്. അത് ഇപ്പോഴും ഉണ്ട്. അതായത് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരണമെന്ന് ചിന്തിച്ച് ആ തീരുമാനം എടുത്ത ഒരു നിമിഷം അതായിരുന്നു. ശരിക്കും ജനങ്ങൾക്കറിയില്ല, സമുദ്രനിരപ്പിൻ്റെ അടുത്തും മണൽ വാരി അങ്ങനെ വന്നു കഴിയുമ്പോൾ സമുദ്രനിരപ്പിനേക്കാളും താഴെ പുഴകളിലെ അടിത്തട്ട് വരുമ്പോൾ വേലിയേറ്റ സമയത്ത് കയറി വരും. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചോളം വീട് പണിയണം, അത്രേ ഉള്ളൂ. പക്ഷേ നമുക്കതിന് ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുന്നത് ഞങ്ങൾ പറഞ്ഞോളല്ലോ. അത് മണൽ വാരണ്ട, അല്ലെങ്കിൽ അതല്ല ഞങ്ങളുടെ സംഘടനകളുണ്ടായിരുന്നു. ഞാൻ പല സംഘടനകളും വർക്ക് ചെയ്തതിന് പരിസ്ഥിതി സംരക്ഷണ സംഘം എന്ന് പറഞ്ഞിട്ട് ആലുവയിൽ, അതാണ് പ്രധാനമായിട്ടുള്ള ഒരു സംഘടന. പിന്നെ കേരള നദീ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുണ്ട്. അപ്പോൾ ഞങ്ങളിതൊക്കെ പറയുമ്പോൾ ആളുകളെ വിചാരം ഇതാണ്, ഇവരൊക്കെ വികസന വിരോധികളാണ്. അന്ന് അത് സംസാരിച്ചതുകൊണ്ടാണ് പറവൂർ കോടതിയിൽ ഒരു കേസ് വരികയും അതിനോടനുബന്ധിച്ച് മണൽ വാരൽ നിയന്ത്രണ നിയമത്തിൽ വരെ എത്തുന്ന തരത്തിൽ, കാരണം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകും. ഇത്രയും വില പിടിച്ച മണൽ എത്ര എടുക്കണമെന്നോ എങ്ങനെ എടുക്കണമെന്നോ ഇതൊന്നുമില്ല. അടിത്തട്ട് പൊളിച്ച് കുഴിച്ച് മണൽ വാരുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ അവിടെ ഉണ്ടായിരുന്നത്.
അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു നിയമം വന്നത് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ സാറ് ബോട്ടണിയാണല്ലോ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എൻവയോൺമെന്റൽ സയൻസിൽ PhD ഉണ്ട് സാറിന്. ഇങ്ങനെയൊരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരുന്നു? ആദ്യം എനിക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടിയത് ഒരു മഹാരാജ സായാജിറാവ് യൂണിവേഴ്സിറ്റി ബറോഡ എന്ന് പറയുന്ന MS യൂണിവേഴ്സിറ്റി ബറോഡയിലായിരുന്നു. അന്ന് ഈ പറഞ്ഞ സബ്ജക്റ്റ് ഒന്നും നോക്കിയിട്ടല്ല, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫെല്ലോഷിപ്പ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെന്ന് നോക്കുമ്പോൾ CSIRൻ്റെ ഫെല്ലോഷിപ്പ് അന്ന് അവൈലബിളാണ്. അപ്പോൾ അത് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പിന്നെ വരുന്നത് ഗൈഡാണ്. ഗൈഡ് എയർ പൊല്യൂഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബറോഡയിലെ യൂണിവേഴ്സിറ്റിയിൽ അന്ന് ഈ എയർ പൊല്യൂഷനൊക്കെ ഒരു റിസർച്ച് ലെവലിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കമാണ്. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു മാലിന്യം, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നൊക്കെ അതൊക്കെയാണ് ഈ വാഹന പുകയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മരങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു അതൊക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ എയർ ചേമ്പറിനകത്താണ് ഇതൊക്കെ ചെയ്യുക. പക്ഷേ അതിന് ശേഷം ഡിറ്റക്റ്റ് ചെയ്യാനൊക്കെ വലിയ പാടായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ, നാട്ടിൽ തിരിച്ച് എന്തോ ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അവിടെ പിന്നെ ഇതുപോലെ എൻവയോൺമെൻറ്റ് സയൻസിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞ് അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി. അപ്പോൾ എനിക്ക് കാരണം വളരെ മുമ്പ് തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ ഈ മലിനീകരണത്തെക്കുറിച്ച്, വെള്ളത്തിൻ്റെ പ്രത്യേകിച്ച് ജലമലിനീകരണം, പെരിയാറിൻ്റെ മലിനീകരണത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും നല്ലൊരു ടോപ്പിക് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചതാണ്. പക്ഷെ അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. കാരണം അതിൻ്റെ പേരിൽ പെരിയാറിൻ്റെ വെള്ളം വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞൊരു സ്വകാര്യവൽക്കരണം നടക്കാൻ പോയപ്പോൾ എൻ്റെ ഈ തീസീസാണ് ആ സ്വകാര്യവൽക്കരണത്തിൽ നിന്ന് സർക്കാരിനെ പിന്നോട്ട് കൊണ്ടുവന്നത്. കാരണം നമുക്കറിയാം ഈ പെരിയാർ നദി ഒഴുകി ഒരുപാട് കാലമായിട്ട് അതിൻ്റെ തീരത്ത് വ്യവസായ മേഖല വന്നു. അന്നേരം ഒരുപാട് വെള്ളം അതിലൊഴുകിയിരുന്നു. എത്ര മാലിന്യങ്ങൾ വിട്ടാലും അത് ഡൈല്യൂട്ട് ചെയ്യാനുള്ള വെള്ളം പെരിയാറിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നം. പിന്നീടാണ് അണക്കെട്ടുകൾ 14-15 അണക്കെട്ട് പെരിയാറിൽ വരാണ്. അല്ലെങ്കിൽ ഇടുക്കി 78-ലോ 79-ലോ മറ്റോ ഇടുക്കി കമ്മീഷൻ ചെയ്തോട് കൂടിയിട്ട് പെരിയാറിൽ ഇങ്ങോട്ട് പാതാളം മേലൂർ ഭാഗത്ത് വന്നിരുന്ന വെള്ളത്തിൻ്റെ ഏതാണ്ട് നല്ലൊരു ഭാഗം മൂലമറ്റത്ത് പവർ ജനറേഷന് ശേഷം പിന്നെ മൂവാറ്റുപുഴ ആറിലേക്കാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞു. അതിന് ശേഷമാണ് ഇവിടെ ഫിഷ് കില്ലും കളർ മാറി ഒഴുകുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് കൂടാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് പെരിയാറിൻ്റെ ഒരു മാലിന്യീകരണത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു. ഈ വെള്ളം ഇനിയും നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് പമ്പ് ചെയ്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറച്ചാൽ അത് ഭീകരമായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ്. കാരണം കുടിവെള്ള സപ്ലൈ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൊച്ചി നഗരം എന്ന് പറയുന്നത് 100% പെരിയാറിലെ വെള്ളത്തിനെ ആശ്രയിച്ചിട്ടാണ്. ഇപ്പോൾ മറ്റുള്ള സിറ്റികളൊക്കെ നമുക്കറിയാം, അവിടെയൊക്കെ എവിടെയെങ്കിലും കിണറുണ്ടാവും. ഇതിപ്പോൾ കൊച്ചി നഗരത്തിൽ കിണർ കുത്തിയ ഉപ്പുവെള്ളമാണ്. അപ്പോൾ ഉപ്പുവെള്ളം ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് വരുന്ന ടാപ്പ് വാട്ടറാണ് മെയിനായിട്ടുള്ള കുടിവെള്ള സ്രോതസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിവറാണിത്. അതിൽ വെള്ളം കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഗരം അടച്ചു പൂട്ടേണ്ട ഒരു സ്ഥിതിയിൽ വരും. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചതുകൊണ്ട് അങ്ങനൊരു ഗുണം കിട്ടി എന്നുള്ളതാണ് വലിയൊരു കാര്യം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ പാട്ട് കേൾക്കേണ്ട സമയമായി. ഏത് പാട്ടാണ് സാർ? ഇതിപ്പോൾ പെരിയാറിൻ്റെ ഒരു ഇതിൽ പെരിയാറേ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ. പെരിയാറേ എന്നുള്ള പാട്ട് തന്നെ നമുക്ക്. സാറിൻ്റെ ആദ്യത്തെ ജോലി എന്തായിരുന്നു? ഞാൻ ആദ്യമായിട്ട് തേവര കോളേജിൽ ആണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. തേവര SH ബോട്ടണി വിഭാഗത്തിൽ 2 ജോലി ഒരുമിച്ചാണ് കിട്ടിയത്. തേവര കോളേജിലും പിന്നെ NRSA എന്ന് പറഞ്ഞ നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി എന്ന് പറഞ്ഞിട്ട് സെക്കന്ദരാബാദ് ഒരു പിന്നെ സ്ഥാപനത്തിൽ കിട്ടി. പക്ഷെ അത് വളരെ ദൂരെയാണ്. അതും ഈ പറഞ്ഞോണം പെർമനൻ്റ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തത് ഈ പഠിപ്പിക്കുക എന്നുള്ളത്. പിന്നെ പണ്ട് തൊട്ടേ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് എനിക്കൊരു വലിയ ഇതായിരുന്നു. കാരണം എനിക്ക് അറിയുന്ന കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അവിടെ പിന്നെ അസോസിയേറ്റ് പ്രൊഫസർ വരെ അവിടെ പോയി. അതിൻ്റെ ഒപ്പം തന്നെ റിസർച്ച് ഉണ്ടായിരുന്നു. 3 കുട്ടികൾ സ്റ്റുഡൻസ് എൻ്റെ കൂടെ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടി. അതുപോലെ തന്നെ ഒരു 6 ടീച്ചേഴ്സ്. അന്ന് ടീച്ചേഴ്സിനൊരു MPhil പരിപാടി ഉണ്ടായിരുന്നു കേരള യൂണിവേഴ്സിറ്റി. അതും പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ തന്നെ 6 പേർക്ക് MPhilഉം ഗൈഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതാണ് കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ റിസർച്ചും ടീച്ചിങ്ങും ഒക്കെ ആയിരുന്നു അന്നത്തെ പ്രധാന ഇത്. ഏത് വർഷമായിരുന്നു ആദ്യത്തെ? ഞാൻ 90-ലാണ് കയറുന്നത്.
90 കയറി 2016 ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ അതുവരെയും അവിടെ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് ഒരു 2 വർഷം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്ട്രാർ ആയിരുന്നു, ഡെപ്യൂട്ടേഷനിൽ. അതും പിന്നെ വനവുമായിട്ട് ബന്ധപ്പെട്ട, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടുത്തെ അവർ ആ ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വളരെ ഭംഗിയായിട്ടും വളരെ ചിട്ടയോടുകൂടി റിസർച്ച് ചെയ്യുന്ന 10-60ഓളം ശാസ്ത്രജ്ഞന്മാരുള്ള, ഇപ്പോൾ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, ഉണ്ടായിരുന്ന ഒരു പിന്നെ ഗവേഷണ സ്ഥാപനമാണ്. വളരെ ഭംഗിയായിട്ട് നടക്കുന്ന സ്ഥാപനം. സത്യത്തിൽ അത്തരം സ്ഥാപനങ്ങൾ കേരളത്തിന് വളരെ ആവശ്യമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ റിസർച്ച് ചെയ്ത അതിൻ്റെ ഔട്ട്പുട്ടും കൂടി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ബഡ്ജറ്റ് പോലും പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നീട് ഏതൊക്കെ ജോലികളിൽ, പിന്നെ ജോലികളല്ല, ഏതൊക്കെ സ്ഥാനം വഹിച്ചു? ഇതിൻ്റെ കൂടെ തന്നെ ആലുവയിൽ എനിക്കൊരു വലിയൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി, പ്രൊഫസർ സീതാരാമൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഞാനൊരു 33 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. പിന്നെ ഹാർട്ട് അറ്റാക്കായിട്ട് പെട്ടെന്ന് മരിക്കുകയുണ്ടായത്. എവിടെ പോവുകയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പോയിരുന്നത്. അതിൽ ഒരു വലിയ സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് മദ്രാസ് ഹൈക്കോടതി കാവേരിയിൽ മണൽ വാരുന്നതിനെ കുറിച്ച് പഠനം നടത്താനായിട്ട് ഒരു സംഘത്തെ രൂപീകരിച്ചു. ട്രിച്ചി, നാമക്കൽ, കരൂർ എന്ന് പറയുന്ന 3 ജില്ലയിലൂടെ ഒഴുകുന്ന കാവേരിയിലെ മണൽവാരലാണ് പഠിക്കേണ്ടത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു NGO ഞങ്ങളെങ്ങനെയോ, എന്നെയും സീതാരാമൻ സാറേയും എങ്ങനെയോ സെലക്ട് ചെയ്ത് ഞങ്ങളവിടെ പോയി. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ മണൽ വാരുന്ന പോലെയൊന്നുമല്ല, JCB വെച്ചിട്ടാണ് മണൽ വാരുന്നത് ഈ പുഴയിൽ നിന്ന്. അപ്പോൾ ഞങ്ങളതിൻ്റെ പടമൊക്കെ എടുത്ത് ട്രിച്ചിയിൽ നിന്ന് കരൂർ വന്നു. നാമക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സംഘം ആളുകൾ ഞങ്ങളെ വളയാണ്. അവർ പറഞ്ഞ് നിങ്ങളെടുത്ത ഫോട്ടോസോ നിങ്ങളെല്ലാം തരണം, നിങ്ങൾ ഇവിടുന്ന് പോയില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ പേടിച്ചു പോയി ശരിക്കും. സീതാരാമൻ സാറ് വളരെ ടഫായതുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചു. അപ്പം അങ്ങനെ അത്രയും ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഗതി ഉണ്ടായി. കാരണം അന്ന് ആ സർക്കാർ എനിക്കൊണ്ട് 1 കിലോമീറ്റർ മണൽ വാരാനായിട്ട് 5 കോടി രൂപയ്ക്ക് അങ്ങനെ ടെൻഡർ കൊടുക്കുക എന്തൊക്കെയാണ്. അപ്പോൾ അത്രയും വരുമാനമുള്ളൊരു സംഭവമാണ് ഈ മണൽ വാരൽ അവിടെ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു റിപ്പോർട്ടൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും അവരെ ബാധിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അവർ ശരിക്കും ഉപദ്രവിക്കാനായിട്ടുള്ളതാണ് ഒരു ഇത് വന്നു. പിന്നെ അത് കഴിഞ്ഞ് നദീ സംരക്ഷണ സമിതി വന്നു. അപ്പം ഇവിടെ ഞാൻ പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. നദീ സംരക്ഷണ സംഘത്തിൽ അത് ഓൾ കേരള റിവർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതിൽ സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ നദികൾ, എനിക്ക് വേണം ഒരു 10-14 നദികൾക്ക് സംരക്ഷണ സമിതികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൂട്ടി ഇണക്കി ഓരോ സ്ഥലത്തും പോയി ഒരു നദീദിനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒക്ടോബർ 3-ാം തീയതി ആചരിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ വാമനപുരം എന്ന് പറയുന്നൊരു നദിയുണ്ട്, ചെറിയൊരു നദിയാണ്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പുഴയിലത്തെ മണ്ണ് വാരി ഓരോരുത്തരുടെ പുരയിടം 10, 20, 30 സെൻറ്റ് ഇടിഞ്ഞ് ഇല്ലാതാവുന്ന ഒരവസ്ഥ. അവരാരോടെ കംപ്ലയിൻറ്റ് ചെയ്യുക? സർക്കാർ ലെവലിൽ ഒന്നും അതിന് നടപടിയില്ല. അപ്പം ഞങ്ങളെപ്പോലെയുള്ള സന്നദ്ധ സംഘടനയോട് പറഞ്ഞ് നമ്മളവിടെ നാട്ടുകാരെ ഇതാക്കി അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോന്നിൻ്റെ ഇപ്പോൾ ചാലിയാറായാലും അതിരപ്പള്ളി അണക്കെട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വരുന്ന അതിലും നദീ സംരക്ഷണ സമിതി വളരെയധികം ഇടപെട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ മുകളിൽ ഷോളയാറുണ്ട്, അപ്പുറ ഷോളയാറുണ്ട്, പെരിങ്ങൽക്കുത്തുണ്ട്. 3-4 ഡാം കഴിഞ്ഞിട്ടാണ് ഇനി അതിരപ്പള്ളി വരാൻ പോണത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവിടുത്തെ ഇക്കോളജിക്ക് ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളത് വളരെ ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. വികസനം വേണ്ട എന്നുള്ള ഒരു ഇതിലല്ല, അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് അങ്ങനെ നോക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോഴും അത് നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടാണ് പല സർക്കാരുകൾ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം ഇതാണ്, ഇക്കോളജിക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ശരിക്കും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്കറിയാം നമ്മളെപ്പോലെ അവകാശവും ഇതൊക്കെയുള്ള ആദിവാസി സമൂഹമുണ്ട്, വലിയൊരു സമൂഹം. അവർ ജീവിച്ചിരുന്ന അവർക്കത് മാത്രമേ ആ ചുറ്റുപാടിൽ ജീവിക്കാനറിയുള്ളൂ. അവർ ഒരു സ്ഥലത്തേക്ക് പറിച്ച് നട്ടിട്ടുള്ള കേസുകളൊക്കെ നമുക്കറിയാം. ഒരു രക്ഷയില്ല, ദാരിദ്ര്യവും പ്രശ്നങ്ങളും തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പല ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളിലെ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്നും ഈ ആദിവാസികളെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. എത്രയോ കോടികൾ അവർ ചിലവഴിച്ചു. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് വേണ്ടാന്ന് വയ്ക്കണം. അപ്പോൾ അതിന് വേറെ ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം. ലോകത്തിൽ അങ്ങനെ പലതും ഉണ്ടല്ലോ, പലതിനും ഓൾട്ടർനേറ്റീവ് ഉണ്ട്. അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഒരു പ്രോജക്റ്റ് കൊണ്ട് നടപ്പാക്കി എടുക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിനും നാടിനും നാട്ടുകാർക്കും പ്രശ്നം തന്നെ സംഭവിക്കുക എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഒരുപാട് വെല്ലുവിളികളും കൂടെ നേരിട്ടുകൊണ്ടാണ്
സാർ ഈ പരിസ്ഥിതി? അത് എല്ലാവരും അങ്ങനെ പറ്റുള്ളൂ. കാരണം ഇത് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ളത് ഇൻവോൾവ് ചെയ്യുന്നതാണ് പല പ്രോജക്റ്റുകളും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരാണ് ഇങ്ങനത്തെ ഇതിന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നത്? അവരുപദ്രവിക്കും, അവരെ തീർച്ചയായിട്ടും അവരുപദ്രവിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ എടക്കൊച്ചി സ്റ്റേഡിയം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആൾക്കാർ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് പാമ്പ് കയറുന്നു, ഈ കണ്ടൽക്കാടാണ് സംരക്ഷിക്കാനായിട്ട് വേണ്ടത്, അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള പാമ്പിനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പാമ്പിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലായി? കാരണം അപ്പോൾ അത്രയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ചിന്തയുള്ളൂ, അതായത് എറണാകുളം ഡെവലപ്പ് ചെയ്തു കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പശ്ചിമ കൊച്ചിയാണ് ആദ്യം. ഇപ്പോൾ മട്ടാഞ്ചേരിയൊക്കെയാണല്ലോ ആദ്യം നമ്മൾ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടക്കൊച്ചി, കൊച്ചി, അങ്ങനെ ഫോർട്ട് കൊച്ചിയൊക്കെയാണ്. പക്ഷേ പിന്നീട് വികസനം വന്നു കഴിഞ്ഞപ്പോൾ അത് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടുത്തെ പോലെയുള്ള വികസനം അവിടെ ഇല്ല. അതൊരു സത്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അവിടേക്ക് അനുകൂലമായ ഇതുപോലെ കെട്ടിടങ്ങൾ കെട്ടി ഉള്ള വികസനമല്ല അവിടെ വേണ്ടത്. അവിടെ ഫസ്റ്റ് വലിയൊരു സ്റ്റേഡിയം കെട്ടിയിട്ടുള്ളൊരു വികസനമല്ല വേണ്ടത്. അവിടത്തേതായ തരത്തിൽ അവിടെ വികസനം കൊണ്ടുവരുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അന്ന് ജയറാം രമേശ് പരിസ്ഥിതി മന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു ടീമിനെ വിട്ടു. അവർ പഠനം നടത്തിയിട്ട് പറഞ്ഞത് പറ്റിയ സ്ഥലമല്ല, കേരളമായിട്ടിരിക്കണം. മറ്റുള്ളിടത്ത് നികത്തി, ഭൂമി നികത്തിയും പോലെ കണ്ടൽ നികത്തിയും ചതുപ്പ് നികത്തിയും ഒക്കെ ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം അല്ല കേരളത്തിൽ. പാടം നികത്തി അത് രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് പാടാക്കാൻ പറ്റില്ല. അതാണ് പരിസ്ഥിതിയുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതാണ് നമ്മളൊരു സ്ഥലത്ത് ഒരു കുന്നിടിച്ച് അവിടെ നിന്ന് അപ്രത്യക്ഷമാക്കി പിന്നൊരു കുന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം നമുക്ക് വേണമെന്ന് വിചാരിച്ചാലും. കാരണം ആ കുന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ കുടിവെള്ളം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, മലമുകളിലും പെയ്യുന്ന വെള്ളം അരിച്ചിറങ്ങി നമ്മുടെ കിണറ്റിൽ വരെ എത്താണ്. ആ കിണറ്റിലെത്തുന്ന അപ്പോൾ നമുക്ക് വേണ്ട സമയം ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് പറയുന്ന കുടിവെള്ള ക്ഷാമം ഉണ്ടാകുന്ന സമയത്തേക്കാണ് ഈ വെള്ളം വരേണ്ടത്. മഴ കിട്ടുന്നത് നമുക്ക് കഴിഞ്ഞ ജൂണിലാണ്, അതിന് മുമ്പുള്ള ജൂണിലാണ്. അപ്പം ഇത് ഭൂമിയുടെ അടി കൂടെ അരിച്ചിറങ്ങി പതുക്കെ ഭൂഗർഭജലത്തിലെത്തി നമ്മുടെ കിണറ്റിലെത്താനുള്ളൊരു സമയം വേണം. അതല്ലാതെ എല്ലാ വെള്ളവും പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ഒലിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ മാർച്ച്, ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് തീരെ വെള്ളമില്ലാത്തൊരവസ്ഥയാവും. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഈ കുന്നുകളെ നമ്മൾ ജലക്കുടങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു സുപ്രഭാതത്തിൽ ഇവിടെ വികസനം വേണമെന്ന് പറഞ്ഞ് നമ്മൾ തച്ചുടച്ച് എല്ലാം പോകില്ല. പല സ്ഥലത്തും നമുക്കറിയാം എത്ര മഴ, ഈ കൊല്ലമൊക്കെ ഒരുപാട് മഴ കിട്ടിയതാണ്. പക്ഷെ മഴ കിട്ടിയ ഒരാഴ്ച കഴിയുമ്പോൾ കേരളത്തിൽ വെള്ളം സപ്ലൈ ആണ്. എല്ലാ പഞ്ചായത്തുകളിലെയും കുടിവെള്ളം വിതരണം ചെയ്യുന്ന തുക എന്ന് പറഞ്ഞാൽ കോടികളാണ്. വേറെ വികസന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തുകയാണത്. ആ തുക ഇതിനു വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ ജല സംരക്ഷണം നടത്തുകയാണെങ്കിൽ, നദികൾ സംരക്ഷിക്കുകയാണെങ്കിൽ, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുകയാണെങ്കിൽ ഈ തുക വേറെ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. അതെ. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു പാട്ടിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടെന്ന് പറയുന്നത് മലമേലെ എന്ന് പറഞ്ഞിട്ടൊരു ഇടുക്കി ഒരു മഹേഷിന്റെ പ്രതികാരം എന്നുള്ള ഇതില്ലേ പടം. അത് പ്രത്യേകിച്ച് പെരിയാറിനെ കുറിച്ചൊക്കെ പറയുന്നതാണ്. നല്ല ഒരു പാട്ടാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആത്മസഖി ആകാശവാണി. പങ്കെടുക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ CM ജോയ്. സാർ ഒരുപാട് ആർട്ടിക്കിൾസ് എഴുതാറുണ്ട്, പിന്നെ ഒരുപാട് മാധ്യമങ്ങളിലൂടെ സാറിൻ്റെ അഭിപ്രായങ്ങളും അറിവുകളും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട്. ഈ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? അല്ല, നമ്മളിപ്പോൾ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഒരാളായിരുന്നല്ലോ, എൻവയോൺമെൻറ്റ് സയൻസിന് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ലോകത്ത് നടക്കുന്ന പരിസ്ഥിതി ഇതിനെ പറ്റിയിട്ടൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ആണ്. പുതിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ, ഇപ്പോൾ നോബൽ പ്രൈസ് കിട്ടിയ കാര്യങ്ങൾ, ഇതൊക്കെ ശരിക്കും എന്താണ് അതിന് കിട്ടാൻ കാരണം എന്നൊക്കെ അന്വേഷിച്ച് പോകുന്നൊരു ഇതുണ്ട്. ഇവിടെ ഈ കൊച്ചി FM 90-ലൊക്കെ എന്നെ പല ടോക്കിന് വിളിച്ചിരുന്നത്. അന്ന് ഒരു 20 മിനിറ്റ് ടോക്ക് ഉണ്ടാക്കണമെങ്കിൽ 20-30 പേജ് എഴുതണം, എന്നിട്ട് അത് വായിക്കണമെങ്കിൽ അത്രയും ഇതാണ്. അപ്പോൾ അതിന് മാറ്റർ കിട്ടണമെങ്കിൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അന്ന് ഇവിടുന്ന് പല ടോപ്പിക്കും തരുന്നത് അന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു ഇതാണ്, ഒരു പരിസ്ഥിതിയും വിനോദസഞ്ചാരവും. അന്നത്തെ കാലത്ത് അതൊന്നും വലിയ വിഷയമായിട്ടില്ല. കിട്ടാനുമില്ല. നമുക്ക്
റെഫറൻസ് ഇപ്പോൾ എത്ര ലൈബ്രറിയിൽ പോയാലും അന്ന് അതൊന്നും വരുന്നുള്ളൂ. അത് മറ്റുള്ള രാജ്യങ്ങളിലെ കാര്യങ്ങളാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ രാജ്യത്തെ കാര്യം അല്ലെങ്കിൽ നാടിൻ്റെ കാര്യം ആണ് ഞാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അത് വ്യത്യാസപ്പെട്ട് ഇവിടെ ചെയ്യാം എന്നുള്ള തരത്തിൽ ആലോചിക്കും. അപ്പോൾ അതുകൊണ്ട് ടി വി ചർച്ചയ്ക്ക് പോകുമ്പോഴും പലപ്പോഴും പ്രശ്നങ്ങളാണ് പറഞ്ഞോണം ചിലപ്പോൾ. അപ്പോൾ അതിനൊക്കെ സഹായിച്ചിട്ടുള്ളത് ഒരു ഇഷ്യൂ കേട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ ഒരു പാറമടയുണ്ട്, നമ്മളവിടെ പോകും. അവിടെ ഞാനിപ്പോൾ സീതാരാമൻ സാറും ഉണ്ടാവും, മിക്കവാറും ഞങ്ങളവിടെ പോകും. അവിടുത്തെ എത്ര മീറ്റർ അകലെയാണ് വീടുകൾ, എത്ര മീറ്റർ അകലെയാണ് മരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ഒരു നശിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കും. അല്ലാതെ വെറുതെ ഇരുന്ന് സംസാരിക്കില്ല. വന നശീകരണം ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് അന്വേഷിച്ച് പോകും. പണ്ടത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടികക്കളങ്ങളാണ്. നല്ല ഫെർട്ടൈലായിട്ടുള്ള പാടശേഖരങ്ങൾ നമ്മൾ നേരെ അതിൻ്റെ കളിമണ്ണെടുത്ത് ഇഷ്ടികകളങ്ങളാക്കി മാറ്റാണ്. അല്ലെങ്കിൽ അന്ന് ബൂമല്ലായിരുന്നു, ഇവിടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ബൂമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി അവരുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. ഞാൻ വരുമ്പോൾ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ അന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, പ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് കുട്ടനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്, വെമ്പനാട് ലേക്ക്. അതിൽ കുട്ടനാട് തൊട്ട് ഏതാണ്ട് കൊടുങ്ങല്ലൂർ വരെയുള്ള ഈ വെമ്പനാട് ലേക്കിനെ കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു. അത് എൻ്റെ ഗൈഡായിട്ടുള്ള പ്രൊഫസർ ബാലകൃഷ്ണൻ, അദ്ദേഹം അതിൻ്റെ ഒരു പ്രോജക്റ്റായിരുന്നു, യുനെസ്കോ എന്നുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ബോട്ടിൽ ഇവിടുന്ന് പോയി എടത്തുവ പച്ച എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയി അവിടുന്ന് അതുപോലെ തിരിച്ച് ഏതാണ്ട് മുനമ്പം വരെയും നമ്മൾ ബോട്ടിൽ പോയി പല സ്ഥലത്ത് നിന്ന് സാമ്പിൾ എടുത്ത് അതിൽ പിന്നെ ബോട്ടാണിക്കലായിട്ടുള്ളത് അതുപോലെ സൂപ്ലാങ്ക്ടൺ തൊട്ടുള്ള ഒക്കെ അനലൈസ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വലിയ ഇൻട്രസ്റ്റായി ശരിക്കും ഇത്തരത്തിലുള്ള പഠനങ്ങൾ. സാറും വളരെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ ഡാറ്റ കിട്ടുമായിരുന്നു പലപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഡിസ്കഷനിൽ വരുമ്പോഴും അല്ലെങ്കിൽ എഴുതുമ്പോഴും കൃത്യമായിട്ട് നമുക്ക് പിന്നെ ഞാൻ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു റിസർച്ചിന് തന്നെ ഒരു പേപ്പർ വേണമായിരുന്നെങ്കിൽ നമ്മളത് എഴുതി ആ ഓതറിനോട് ചോദിച്ച് മിക്കവാറും അവരുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ഷിപ്പിലായിരിക്കും വരിക. അത് 1 മാസം 2 മാസം 3 മാസം ചിലപ്പോൾ അതിൻ്റെ പ്രസക്തി തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് നമുക്കറിയാം ഏത് ജേണൽ വേണമെങ്കിലും ഏത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ അറിവും നമുക്ക് കിട്ടാനായിട്ട് ഫിംഗർ ടിപ്പിൽ കിട്ടുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം കേട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പരതുന്നത് നമ്മുടെ സെർച്ച് എഞ്ചിൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ഒരു അനുഭവം ഉണ്ടല്ലോ, അതൊരു വലിയ ഇതാണ്. എനിക്കൊരു രസകരമായിട്ട് അനുഭവം ഉണ്ടായത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എറണാകുളത്ത് VP ജോയ് സാറ് കളക്ടറായിരിക്കുന്ന സമയത്ത് ഒരു പെരിയാറിൽ മണൽ വാരലിൻ്റെ കടവ് നിശ്ചയിക്കാനായിട്ട് ഹൈക്കോടതി ഒരു കമ്മിറ്റി വയ്ക്കാൻ പറയുമ്പോൾ ഞാനും സീതാറാം സാർ അതിലുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പെരിയാറിൻ്റെ കടവ് നോക്കാൻ വേണ്ടി ഏതാണ്ട് വണ്ടിപ്പെരിയാർ തൊട്ട് കടമക്കുടി വരെ ഞങ്ങൾ ഓരോ പഞ്ചായത്തുകളും ആ പഞ്ചായത്തുകളിലെ അതിൽ ഒഴുകുന്ന പുഴ നോക്കി പോകുന്നു. ഏതാണ്ട് കാലടി ആ പ്രദേശത്ത് എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കുറേ സ്ത്രീകൾ ഞങ്ങളെ തടഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതെന്താണ്, അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാറേ ഞങ്ങളുടെ മക്കളൊക്കെ തന്നെയാണ് ഇത് മാറുന്നത്, ഞങ്ങൾക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ല, നിങ്ങളൊരു പരിഹാരം ഉണ്ടാക്കണം. രാത്രി കാലങ്ങളിൽ ഈ ലോറിക്കാരോടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളിലൊക്കെ വന്ന് നോക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ആരും ഇതുവരെ കേൾക്കാത്തൊരു സംഭവമാണ്. കാരണം വെളുപ്പിന് മണൽ വാരാൻ വേണ്ടിയിട്ട് അവർ വണ്ടി കൊണ്ട് അവിടെ ഇടും, എന്നിട്ട് ഇവർ ഇറങ്ങി നടക്കുകയാണ്. കളവല്ല, ഒരു ഉദ്ദേശം പലതാണ്, മറ്റു പലതാണ്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക സാമൂഹ്യ പ്രശ്നങ്ങൾ ഈ മണൽ വാരം ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പരിസ്ഥിതി മാത്രമാണ്, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ അതെ ആ സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ അവരിപ്പോൾ അവരുടെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ കൊടുക്കുന്നത് കൊണ്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ വണ്ടി മേടിച്ചു അങ്ങനെ ഉയർന്നു വരുന്നത് അവർ ബ്ലോക്ക് ചെയ്യാനായിട്ടല്ല, അതൊന്നും അവരുടെ ഉദ്ദേശമല്ല. പക്ഷേ ഈ ഇതിന് നിയന്ത്രണം വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ 6 മണിക്ക് ശേഷം മറ്റോ കടവ് തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ രാവിലെ ഒരു 10 മണിയോ 6 മണി വൈകുന്നേരം 6 മണിയാകുമ്പോൾ അടയ്ക്കും വേണം. അപ്പോൾ അതിനിടയിലാണ് കിട്ടാവുന്നത്. അപ്പോൾ അതിന് മുമ്പേ വണ്ടി കൊണ്ടിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അങ്ങനത്തെ അനുഭവങ്ങൾ പലപ്പോഴും നമുക്കുണ്ടായിട്ടുണ്ട്. കാരണം പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില സാമൂഹിക പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് എഴുതാൻ പറ്റുന്നത്. ശരിക്കും നമുക്ക് പുറത്തിറങ്ങി നടക്കാതെ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ഒന്നും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ പറ്റില്ല. ഒരു ആർട്ടിക്കിൾ എഴുതി അത് അവസാനിപ്പിക്കുക, പക്ഷേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സമകാലിക പ്രശ്നങ്ങളുമായിട്ട് ഇടപെടാതെ നമുക്ക് എഴുതാൻ പറ്റില്ല. അതായത് ആ സ്ഥലം സന്ദർശിക്കുക,
അതുമായി ബന്ധപ്പെട്ട യാത്രകൾ, അവരുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം വളരെ വലിയ പ്രധാനമാണ്. ഇൻസൈറ്റ് തരും. ആളുകൾ പറയുന്ന കാര്യങ്ങൾ നമ്മളെക്കാൾ അറിവുള്ള ആൾക്കാരുണ്ടാവും. പല സ്ഥലത്തും അങ്ങനെയുണ്ട്. ഒരുപാട് അറിവുള്ള ആൾക്കാർ. ഞാൻ എറണാകുളം ജില്ലാ പഞ്ചായത്തിന് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു 97-ൽ, ജൈവ വൈവിധ്യ രജിസ്റ്റർ ഉണ്ടാക്കുക. ആദ്യത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് ആ ജൈവ വൈവിധ്യ രജിസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ എറണാകുളം ജില്ലാ പഞ്ചായത്താണ്. അന്ന് നമുക്കറിയാം ശാസ്ത്രായുധ പരിഷത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന പ്രൊഫസർ MK പ്രസാദാണ് ആ പ്രോജക്റ്റ് എടുത്തത്. അപ്പോൾ അദ്ദേഹം നമ്മളെ വളരെയധികം അതിന് സഹായിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചു. അതിനുവേണ്ടി 10,000-ത്തിലധികം ആളുകളെ ട്രെയിൻ ചെയ്തു എങ്ങനെ ഈ ഡാറ്റ കളക്ട് ചെയ്യണം. കാരണം ജൈവവൈവിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ എന്താണെന്ന് പോലും അറിയില്ല ആൾക്കാർക്ക്. അപ്പോൾ സസ്യങ്ങളും ജന്തുക്കളും ഉപയോഗമുള്ളത്, നമുക്ക് ഉപദ്രവമുള്ളത്, കൃഷി ചെയ്യുന്ന സാധനങ്ങൾ, തടിക്ക് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ നമ്മളൊരു 10-27 കാരണങ്ങൾ എഴുതി വെച്ചു. അത് എന്താ ഉപയോഗിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യാവലി തയ്യാറാക്കി ആ പ്രദേശത്ത് ഇപ്പോൾ ചെറിയ വാർഡിൽ തന്നെ 3ആയി തിരിച്ച് ആ വാർഡിൽ ചില പ്രദേശങ്ങളിൽ ആളുകൾ അന്ന് അവിടുത്തെ വിവരദാതാവ് എന്നാ പറയുക, വിവരം തരാൻ കപ്പാസിറ്റി, അയാൾ വിദ്യാഭ്യാസമുള്ള ആളാണെന്നല്ല, കൃഷിക്കാരനാവാം. ആ നാട്ടിലുള്ള ഒരാൾ, വയസ്സായിട്ടുള്ള ഒരാൾ, ആ നാടിനെ പറ്റി അറിയുന്നത്, അതിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്നത്, അവരുടെ അടുത്ത് ചെന്ന് നമ്മൾ സംസാരിക്കും. അവരുടെ അനുഭവങ്ങളാണ് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ എക്സ്പീരിയൻസ്, അവർ ആ പറഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചത്. അപ്പോഴാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ തിന കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ചെറിയ നമ്മൾ മില്ലറ്റ്സ് ഒക്കെ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നു. ഈ എറണാകുളം ജില്ലയിൽ 27 തരം നെൽവിത്തുകൾ കൃഷി ചെയ്തിരുന്നു. അതിൽ നമുക്കറിയാമല്ലോ പൊക്കാളി എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അന്ന് അതിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കിയത് അതാണ്. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ പൊക്കാളിയുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഇത്രയും എനർജി തരുന്ന വേറൊരു ഡ്രിങ്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. കാരണം ഈ മീൻ പിടിക്കാൻ വേണ്ടി വെയിലത്ത് വള്ളത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ വള്ളത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു കുടം പൊക്കാളിയുടെ ഈ കൊഴുന്നുള്ള കഞ്ഞിവെള്ളമായിരിക്കും. അത്രയും എനർജി തരുന്ന ഒരു അത്തരം അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ജനങ്ങളുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. കാരണം അതുകൊണ്ട് അത് രജിസ്റ്ററാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഡിജിറ്റലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ജില്ലാ പഞ്ചായത്ത്. അത് അവിടെ മാത്രമല്ല, എല്ലാ പഞ്ചായത്തിലും അത് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എന്തുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ എന്ത് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ആൾക്കാർ പറയുകയാണ് ഇവിടെ ഉണ്ടായിരുന്നോ, അതിനൊരു ഡോക്യുമെൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു സംഭവമായിരുന്നു. അത് എന്ന് പറഞ്ഞില്ല, 10,000-ത്തിലധികം ആളുകൾ, അത് സ്കൂൾ ടീച്ചേഴ്സ്, വിദ്യാർത്ഥികൾ, +2 വിദ്യാർത്ഥികൾ, ഇവരൊക്കെയാണ്. ഒരു 6-7 പേരുടെ ഒരു ടീം. എന്നിട്ട് അവർ മുമ്പ് തീരുമാനിക്കുക ഏതൊക്കെ ചോദ്യങ്ങൾ, ഈ 27 ചോദ്യങ്ങൾ ഡിവൈഡ് ചെയ്ത് ആരൊക്കെ ചോദിക്കുക. അപ്പോൾ 2 ആൾക്കാർ എഴുതാനുണ്ടാവും. അങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്തതാണ്. സംഗതി അത്ര സയൻറ്റിഫിക് അല്ല എന്നിരുന്നാലും ഗാഡ്ഗിൽ, ശരിക്കും പ്രൊഫസർ ഗാഡ്ഗിലാണ് ഇത്തരം ഒരു മെത്തേഡ്. നമുക്കറിയാമല്ലോ, അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ റിസർച്ചിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ഈ രജിസ്റ്റർ പ്രിപ്പറേഷൻ്റെ മെത്തഡോളജി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മെത്തേഡാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഓരോ 5 കൊല്ലത്തിൽ പുതുക്കണം. എത്ര എണ്ണം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിന് പകരം. കാരണം പലതൊന്നും തിരിച്ചു വരില്ല. ഇല്ല, ഇപ്പോൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും വേണ്ട വിധത്തിലായിട്ടില്ല എന്നുള്ളത്. കണ്ടേലിയ കണ്ടൽ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ബാഗലുകളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു ഇതാണ്. അതൊക്കെ ഇല്ലാതെയായി. അതൊരു കണ്ടലാണ്. നമുക്കറിയാമല്ലോ കണ്ടലിൻ്റെ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പ്രത്യേകതയുള്ള കണ്ടലുകൾ പ്രത്യക്ഷമായി പലതും നമ്പർ കുറഞ്ഞു, വളരെയധികം എണ്ണം ഉണ്ടായിരുന്നതൊക്കെ കുറഞ്ഞു, മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള അറിവുകൾ നമുക്ക് വേണം, അതൊരു അത്യാവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് ഫീൽഡിൽ നിന്ന് തന്നെ കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ആളുകളും വളരെ വിവരദാതാക്കളാണ്. വിദ്യാഭ്യാസം അല്ല ഇതിൻ്റെ പ്രധാന ഇത്. അപ്പോൾ നമ്മൾ പരിസ്ഥിതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? ഒരു പുതുമഴയായി എന്ന് പറഞ്ഞിട്ട് ചാർലിയിലൊരു പാട്ടില്ലേ സാർ, ഈ അക്കാഡമിക്സിനപ്പുറം ശാസ്ത്ര പഠനത്തോട് നമ്മുടെ യുവാക്കൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഇത്രയും കാലത്ത് ഇതിൽ ഇപ്പോഴും നമുക്ക് വളരെ പുറകിലാണ്. നമ്മൾ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ കൊച്ചി നഗരത്തിലൊരു മഴ പെയ്ത വെള്ളക്കെട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, തൊട്ടപ്പുറത്താണ് നമ്മുടെ കൊച്ചിക്കായൽ. ആ വെള്ളം അങ്ങോട്ട് ചാനലൈസ് ചെയ്യാനായിട്ട് ഒരു പ്രശ്നവുമില്ല. അതിനൊരു എൻജിനീയറിങ് എക്സ്പെർട്ടൈസ് വേണം.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ നോർത്തിലോ സൗത്തിലോ വെള്ളക്കെട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന എൻജിനീയറിങ് അവിടെ അപ്ലിക്കബിൾ ആവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിന് കുറേ കാരണങ്ങളുണ്ട്. നമ്മൾ ഒരു വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കണം. നമ്മുടെ ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ചിലവാണെങ്കിൽ ആ 1 രൂപയും സാധാരണക്കാരന് ഗുണം കിട്ടണം, അത്തരത്തിലാവണം. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് പുസ്തകത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വന്ന ആളുകളൊക്കെ ഡിഗ്രി ഉള്ളവരും പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഡിഗ്രിയും PG ഒക്കെ ഉള്ള ആൾക്കാരാണ് വാർഡ് മെമ്പർ ആവണത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി അവബോധം ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ അവരും പലപ്പോഴും ആ മുൻ തലമുറ നടത്തിയിരുന്ന പോലെ തന്നെയുള്ള പല പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നല്ലാതെ ശാസ്ത്രീയമായിട്ട് ഓരോന്ന് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. സയൻസ് പഠിച്ചവർക്ക് പോലും അതേക്കുറിച്ചൊരു പ്രാക്ടിക്കൽ നോളജ് ഇല്ല. എനിക്ക് വളരെയധികം ഇത് ദുഃഖം തോന്നാറില്ല. കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരമായിട്ടുള്ളൊരു സിറ്റിയാണ്. അതായത് ഗ്രീൻ സിറ്റി. ഞങ്ങളുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി എന്നുള്ളതാണ്. അപ്പോൾ അർബൻ ഫോറസ്ട്രി എന്ന് പറഞ്ഞത് നടപ്പാക്കാൻ ഏറ്റവും പറ്റിയൊരു സ്ഥലമാണ് അവിടെ. ഇതുകൂടാതെ നമ്മുടെ ഏറ്റവും വലിയ ആകർഷണം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ മൈഗ്രേറ്ററി ബേർഡ്സാണ്, ഈ ദേശാടന പക്ഷികൾ. കൊച്ചിയിൽ ദേശാടന പക്ഷികൾ എന്തുമാത്രം വന്നിരുന്നതെന്നറിയോ? നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, സലിമലി എന്ന് പറയുന്ന വലിയ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം തട്ടേക്കാട് മാത്രമല്ല, ഈ ഹൈക്കോടതിയുടെ പുറകിലുള്ള മംഗളവനം അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് എടുത്തത്. അതൊരു പക്ഷി സങ്കേതമാണ്. പക്ഷേ അത് പക്ഷി സങ്കേതം ഒരാൾ ശ്രദ്ധിക്കപ്പെടാതെ നശിച്ചു പോകുന്ന തരത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതൊരു സമയത്ത് വലിയ ത്രെറ്റായിരുന്നു. ഹൈക്കോടതിക്ക് വലിയ മന്ദിരം വന്നു കഴിഞ്ഞപ്പോൾ പാർക്കിംഗ് ഏരിയ ഇല്ല. അപ്പം ഇതൊക്കെ പണിയാനായിട്ട് മുമ്പ് നോക്കണ്ടേ? ഒന്നുകിൽ മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഇതുണ്ടാക്കണമായിരുന്നു. അതിനുശേഷം ഈ മംഗളവനെ നികത്തിയിട്ട് അവിടെ പാർക്കിംഗ് നടത്താം എന്നുള്ള കാൽക്കുലേഷനായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഈ പിന്നെ നഗരത്തിലെ വിദ്യാർത്ഥികൾ, പല സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ബലമായി സമരം നടത്തി പ്രശ്നങ്ങളുണ്ടാക്കി അതിൽ നിന്ന് പിൻവാങ്ങി. അപ്പോൾ അത്തരത്തിലുള്ളൊരു അത് നഷ്ടപ്പെട്ടതിന് തിരിച്ചു വരില്ല. മംഗളവനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം മംഗളവനത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് വേലിയേറ്റവും വേലിയിറക്കവും അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം. അതിനിപ്പോൾ തടസ്സം വന്നു തുടങ്ങി പല വികസനത്തിനും കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ്. അപ്പോൾ അവിടെ ശാസ്ത്രീയമായിട്ടുള്ളൊരു വീക്ഷണം വേണം. നമ്മൾ മൾട്ടി സ്റ്റോറിയുടെ ബിൽഡിംഗ് ഒന്നും വേണ്ടാന്ന് പറയുന്നില്ല. ഈ മൾട്ടി സ്റ്റോറിയുടെ ബിൽഡിംഗ് ഇത്ര അധികം ഈ നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും കഴിഞ്ഞതിന് ശേഷം വെച്ചപ്പോഴാണ് പ്രശ്നമായത്. അവിടെ കുടിവെള്ളം പ്രശ്നമായി. അവിടെ ഈ പിന്നെ ഇത്രയും പിന്നെ ആളുകൾ അവിടെ ഒത്തുകൂടി കഴിഞ്ഞപ്പോൾ ഒരുപാട് മലിനീകരണമായി, ഒരുപാട് വാഹനങ്ങൾക്ക് വരേണ്ടി വന്നു. ചുറ്റുപാടൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഈ വലിയ മൾട്ടി സ്റ്റോറേഡ് വരുമ്പോൾ അതിവിടെ പറ്റില്ല. അത് കുറച്ച് നീക്കി വേണ്ടാന്നല്ലല്ലോ പറയുന്നത്. വേറെ എവിടെയെങ്കിലും വെള്ളം കിട്ടുന്ന സ്ഥലത്ത്, ഇപ്പോൾ തൃപ്പൂണിത്തറ ഭാഗത്താണെങ്കിൽ കുടിവെള്ളം കിട്ടും. അപ്പോൾ പക്ഷേ കൊച്ചി നഗരത്തിൻ്റെ തീരപ്രദേശമായി കഴിയുമ്പോൾ ഉപ്പുവെള്ളമായി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഒരു ശാസ്ത്രീയ വീക്ഷണം ഉണ്ടാവണം. കാരണം കൊച്ചിയെ നമ്മൾ കൊച്ചിയായിട്ട് തന്നെ നിൽക്കണം. ഇപ്പോൾ നമ്മൾ പണ്ട് കൊച്ചീനെ പറ്റി പറയുമ്പോൾ ചീനവലകളാണ്. ഇപ്പോൾ വളരെ കുറവായി പോയി. കാരണം മീനില്ല, മലിനീകരണമായി. വെള്ളത്തിൽ മീൻ ജീവിക്കാൻ പറ്റണ്ടേ? ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥയാണെന്നാണ് ഇപ്പോൾ കുഫോസും CMFRA ഒക്കെ പഠനം നടത്തിയിട്ട് പറഞ്ഞേക്കണത്. പിന്നെ ആകെ 4 മീറ്റർ 5 മീറ്ററൊക്കെയാണ് പല സ്ഥലങ്ങളിലും. അതായിരുന്നു ആഴം കുറഞ്ഞ് 2 മീറ്ററും 1 മീറ്ററായിട്ട് കുറഞ്ഞു. ഇപ്പോൾ കപ്പൽ ചാനൽ മാത്രമാണ് ആഴം കൂടിയ പ്രദേശം. ബാക്കി എല്ലാ പ്രദേശങ്ങളും സിൽട്ടടിഞ്ഞ് കുറഞ്ഞു. ആ സിൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ് കൂടുതൽ. നമ്മളിപ്പോഴും വലിച്ചെറിയുന്നത് ഇതാണ്. അപ്പോൾ അത് സ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഠിച്ചു. ഇതിങ്ങനെ അറിയാൻ പാടില്ല. ഇത്രയും 100 കണക്കിന് കൊല്ലം കഴിഞ്ഞാൽ അത് ഡീഗ്രേഡ് ചെയ്ത് വരുള്ളൂ എന്നൊക്കെ അറിയാത്തതാണോ? അപ്പോൾ അവിടെയാണ് നമ്മുടെ ശാസ്ത്രീയ ബോധം ഇനിയും നമ്മൾ വളർന്നിട്ടില്ല എന്ന് പറയുന്നത്. നമുക്കറിയാം തോന്നുമ്പോൾ നമ്മുടെ കയ്യെ തന്നെ നമ്മുടെ അതിൽ നിന്ന് പിൻവലിക്കണം. കാരണം അതാണ് നമ്മുടെ ശാസ്ത്രീയ ബോധം. കാരണം ഇതെൻ്റെ മാത്രം സ്ഥലമല്ല, എനിക്ക് മാത്രം അത് ഉപയോഗിച്ചാൽ പോരാ. ഇനിയും എത്രയോ ആളുകൾ, എത്രയോ തലമുറകൾ ഇവിടെ വരാനുള്ളതാണ്. ഇത് മുഴുവൻ നശിപ്പിച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞോണം പല സ്ഥലങ്ങളിലും, ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലോ എവിടെയെങ്കിലുമൊക്കെ പോയി നമുക്ക് ഏത് തടാകം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിത്തട്ട് കാണാം. അതിൽ ഉള്ള ജീവികളെ കാണാൻ പറ്റും. മനസ്സിലായോ? കാരണം ഒരു തുപ്പാവട്ടെ, അല്ലെങ്കിൽ ഒരു മാലിന്യം വലിച്ചെറിയാവട്ടെ, ഒരു അഴുക്ക് ചാല് അതിലേക്ക് വെക്കാവട്ടെ, ഇല്ല. ഇപ്പോൾ പെരിയാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഴുക്ക് ചാലുകൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ പൈപ്പ് അവിടെയാണ്. അത് പാടില്ല. അത് നമ്മൾ കുടിക്കുന്ന വെള്ളമാണ്. എത്രയോ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന വെള്ളമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ?
അതുകൊണ്ടാണ് ആ ശാസ്ത്രബോധം ഈ ഫീൽഡ് ലെവലിലേക്ക് ഇതുവരെ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഞാൻ പുതിയ തലമുറേനെ അങ്ങനെ പറയില്ല, കാരണം പുതിയ തലമുറേനെ എനിക്ക് അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് പ്രളയ സമയത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഞാൻ താമസിക്കുന്നത്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനവിടെ അവിടെ നടക്കുന്ന ആൾക്കാർ കൂടി ചെന്ന് എന്ത് വേണം, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ചേട്ടന്മാർ ഒരു മിനിറ്റ് നിൽക്ക്, അവരവിടെ ഇരുന്ന് വരുന്ന ആളുകൾക്ക് ചില ആൾക്കാർ ഉടുതുണിയില്ലാതെ വരുന്നത്, ഉടുത്ത തുണി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അവിടെ വെച്ചിട്ടാണ് വന്നേക്കണത്. അതൊക്കെ വെള്ളം പൊങ്ങി. അപ്പോൾ അതുപോലെ ചെരുപ്പില്ല, പായയില്ല, തലോണയില്ല. അപ്പോൾ അവരതൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കി വരുന്ന സഹായം ചെയ്യാമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ആ ലിസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അവർ കൺസേൺ ഇല്ലാത്തതാണോ? അവർ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അവർ മുന്നോട്ട് ഇറങ്ങി എന്നുള്ളതാണ്. അതൊരു വലിയൊരു സംഭവമാണ്. ഞാനൊക്കെ വിചാരിച്ചാൽ ഈ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ സാമൂഹിക ബോധമൊന്നുമില്ല, അവരങ്ങനെ കാരണം അങ്ങനത്തെ ഒന്നും അവർ കണ്ടിട്ടില്ല. കാരണം അവർ ഈ മൊബൈലിലും ടി വിയിലും ഒക്കെയാണ് കൂടുതൽ സമയം കളയുന്നത്. പക്ഷേ ഒരാവശ്യം വന്നപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ അവർ നമുക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റിയാൽ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റണം. അതിന് ഈ ശാസ്ത്രീയ ബോധവും സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകരൊക്കെ വിചാരിക്കണം. ഈ യുവാക്കൾക്ക് സാമൂഹ്യ ബോധമുണ്ട്, ശാസ്ത്രബോധമാണ് നമ്മൾ വളർത്തേണ്ടത്. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിന്റെ സമയമായി. ഏതാണ്? ARM എനിക്കതിൻ്റെ പറയാറില്ല. അങ്ങുവാന കോണിൽ എന്ന് പറഞ്ഞിട്ടുള്ള ARM പാട്ട് വയ്ക്കും. സാറ് ആകാശവാണിയിൽ ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആകാശവാണിയുമായുള്ള ആ ഒരു അടുപ്പം തുടങ്ങിയത് എങ്ങനെയാണ്? എനിക്കറിയില്ല. ഞാൻ എങ്ങനെയോ 90-ലാണെന്ന് തോന്നുന്നു എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്. അന്നത്തെ ഡയറക്ടർ കുര്യൻ സാറായിരുന്നു. അന്നത്തെ എനിക്ക് തോന്നുന്നത് പത്രങ്ങളിൽ വരുമായിരുന്നു, പല പല പത്രങ്ങളിലും പേര് വരുമായിരുന്നു. ഇങ്ങനെ ഗവേഷണ വിദ്യാർത്ഥി, തേവര കോളേജിലെ അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് പെരിയാറുമായിട്ടുള്ള ബന്ധപ്പെട്ടതായതുകൊണ്ട്, വ്യവസായമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് വ്യവസായ മേഖല എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, ഒരു പരിപാടി. അതിലാണ് ഞാൻ ആദ്യമായിട്ട് വ്യവസായ രംഗത്തിലെ വായു മലിനീകരണത്തെക്കുറിച്ച് പറയുന്നത്. പിന്നെ അത് 3 മാസം കൂടുമ്പോൾ വേറെ പലതായിട്ട് ബോട്ടണി ലിങ്ക് ആയതുകൊണ്ട് കാർഷിക ഇതിൽ വന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. 10 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ 20 പേജോ 15 പേജോ ഉണ്ടാവണം. അപ്പോൾ ആ 15 പേജ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ വായിക്കുന്നതിന് മുമ്പ് അത് പ്രിപ്പയർ ചെയ്ത് വരും. അത് അവിടെ കൊണ്ടുപോയി എടുത്തു വെച്ച് ഒരു ബുക്കിനുള്ളതാവുമ്പോൾ ബൈൻഡ് ചെയ്യും. അങ്ങനെ 3 ബുക്കോളം അങ്ങോട്ടുണ്ട് പല കൊല്ലങ്ങളിലെ ഉള്ളത്. അതിനുശേഷമാണ് പിന്നെ ശാസ്ത്രദീപ്തി വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പല ഡിസ്കഷനുകൾ ലോകപരിസ്ഥിതി ദിനം ആയിട്ട് ബന്ധപ്പെടുമ്പോൾ വരാറുണ്ട്. ശാസ്ത്രദീപ്തിയിലെ എനിക്ക് തോന്നുന്നൊരു 15 എപ്പിസോഡുകൾ വെച്ചിട്ട് അങ്ങനെ പല പ്രാവശ്യവും. പക്ഷെ കുറേ ബുദ്ധിമുട്ടാണ് പിന്നീട്, കാരണം ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, കൂടുതൽ നല്ലതായിരിക്കണം, കൂടുതൽ അതിനുവേണ്ടി പിന്നെ 2 മിനിറ്റിനുള്ളിൽ നമ്മൾ ഒതുക്കുകയും ചെയ്യണം. അതെ, ഞാനൊരു 4 മിനിറ്റ് 5 മിനിറ്റ് കൊടുക്കും. പിന്നെ അത് അവിടെ നിന്ന് എഡിറ്റ് ചെയ്തിട്ട് അത് അങ്ങനെ ആക്കുന്നത്. എനിക്കറിയില്ല, പിന്നെ വിളിച്ചത് ഒരു പക്ഷേ അത് കുഴപ്പമില്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഒരു ഇതുണ്ടല്ലോ സമകാലികത്തിലാണ് പിന്നെ സ്ഥിരമായിട്ട് വന്നിരുന്നത്. അത് പുതിയ പുതിയ ടോപ്പിക്കുകളാണ്. നമ്മൾ പിന്നെ പരിശ്രമിച്ച് അതിന് മാക്സിമം അതിൻ്റെ സയൻറ്റിഫിക് ബേസ് കണ്ടുപിടുത്താൻ നോക്കി അങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതനുസരിച്ച് വളച്ചൊടിക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരു ശാസ്ത്രമുള്ളൂ, ഒരു കാര്യത്തിന് ഒരു ശാസ്ത്രം പറയാൻ പറ്റുള്ളൂ. ഒരു സാധനം എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനിപ്പോൾ കെമിക്കലാണോ അല്ലെങ്കിൽ ഏത് കെമിക്കലാണോ, ഒരു കെമിക്കലേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മിക്സ് ആണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നൊന്നും മാറ്റി മാറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ തെറ്റ് പറ്റാൻ പാടില്ല. അതിന് ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. അത് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. എനിക്ക് പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും തെറ്റാതെ അത് അവതരിപ്പിക്കാനും തെറ്റാതെ പറയാനും ശാസ്ത്രീയമായിട്ടിരിക്കാനും വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാർ അതുപോലെ തന്നെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ആദ്യം കേരളത്തിലെ നദികൾ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പുസ്തകമാണ്. അത് സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ജാഥ നടത്തി. അതായത് നമ്മുടെ കരമനയാറ് തൊട്ട് ചന്ദ്രഗിരി പുഴ വരെ കാസർഗോഡ് ഓരോ നദിയുടെ തീരത്തും ഈ ഹൈവേയിൽ പോകുന്ന നദികൾ, എനിക്കൊണ്ട് 10-14 നദി, അന്ന് 44 നദിയിലും പോയിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി അന്ന് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് ഇറക്കിയായിരുന്നു, കേരളത്തിലെ നദികൾ. അത് കഴിഞ്ഞ് പിന്നെ പല ബുക്കുകളിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ എക്സിബിഷനുകൾ, അതുപോലെ സെമിനാറുകൾ, അങ്ങനെ പൂർണ്ണമായിട്ടുള്ളൊരു ബുക്ക് എന്ന് പറയുന്നത് പെരിയാർ കേരളത്തിൻ്റെ ജീവനാഡി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഞാൻ സീതാരാം സാറാണ് അത് എഴുതിയത്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രളയം വന്നതിന് ശേഷം പ്രളയാനന്തര കേരളം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതി. അത് പൂർണ്ണമായിട്ടും പ്രളയത്തിൻ്റെ കുറിച്ചുള്ള ഇതായിരുന്നു. പിന്നെ
കേരളിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി. കേരയിൽ ഉണ്ടാക്കാവുന്ന പശ്ചിമഘട്ടത്തിന് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം എന്നുള്ളതിൽ. അപ്പോൾ അതാണ് സാറിൻ്റെ പുസ്തകങ്ങൾ. അതുപോലെ തന്നെ സാർ ഇപ്പോൾ വഹിക്കുന്ന പദവികൾ ഏതൊക്കെയാണ്, അതേക്കുറിച്ചും കൂടെ ഒന്ന് പറയാം. ഞാനിപ്പം ഒരു ലേറ്റസ്റ്റ് ആയിട്ടിപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സ്ഥാപനം കാസർഗോഡുണ്ട്. അതിൽ 2-3 സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിലെ അംഗമാണ്. ഒന്ന് കോർട്ട് എന്ന് പറയുന്നൊരു അതിലുണ്ട്, പിന്നെ അക്കാഡമിക് കൗൺസില്, ഫൈനാൻസ് കമ്മിറ്റി. ഈ 3 ഞാൻ അംഗമായിട്ട് ഇടയ്ക്ക് മീറ്റിങ്ങിന് പോകും. കൂടുതൽ ഡെവലപ്പ് ചെയ്യാവുന്ന തരത്തിൽ, എന്നാലാവുന്ന തരത്തിൽ ഒക്കെ അതിലേക്ക് വേണ്ടത് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് സാറിനെ കുറിച്ചും സാറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മുടെ പരിസ്ഥിതിയുടെ ഭാവിയെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് വളരെ നന്ദി. നല്ല നല്ല കാര്യങ്ങൾ സ്വാംശീകരിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരുമാണ് നമ്മുടെ ഭൂരിഭാഗം ശ്രോതാക്കളും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു അഭിമുഖം ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാറിന് ഒരുപാട് നന്ദി. പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ട് പോവുക. നന്ദി റിയ. ഇന്ന് ആത്മസഖി ആകാശവാണിയിൽ പങ്കെടുത്തത് പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ CM ജോയ്. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി ആത്മസഖി ആകാശവാണി സമാപിക്കുന്നു.